ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്തഃ സമാചരൻ. വീണ്ടും ഭഗവാൻ പറയുകയാണ്, ഫലേച്ഛയോടെ കർമ്മങ്ങളിൽ മുഴുകുന്ന അജ്ഞാനിയെ ഒരു വിധത്തിലും ജ്ഞാനി വിലക്കരുത്. കർമ്മരഹിതനാകാൻ ഉപദേശിക്കുകയുമരുത്. യോഗയുക്തനായി വിഹിത കർമ്മങ്ങളെ ഫലേച്ഛയില്ലാതെ അനുഷ്ഠിച്ച് അജ്ഞാനിക്ക് മാർഗദർശനം നൽകണം. പരമാത്മ സാക്ഷാത്കാരമാണ് ഓരോ ജീവിതത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം. വൈദിക കർമ്മങ്ങളും ചടങ്ങുകളുമെല്ലാം കുറേയേറെ ഭൗതിക സുഖങ്ങളെ ലക്ഷ്യമാക്കുന്നു. പക്ഷേ അവയും ക്രമേണ പരമാത്മ ചൈതന്യത്തിലേക്ക് ജീവാത്മാക്കളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് യോഗയുക്തനായ ഒരു ജ്ഞാനി വിഹിത കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ലൗകികനെ ശല്യപ്പെടുത്തരുത്. മറിച്ച് ഈശ്വരോന്മുഖമായ കർമ്മങ്ങളിൽ ഫലാസക്തിയില്ലാതെ അനുഷ്ഠിച്ച് അയാൾ അജ്ഞാനികളെ കർമ്മനിരതരാക്കണം. ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗീനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. അജ്ഞാനാം അറിവില്ലാത്തവരായ, കർമ്മസംഗീനാം കർമാസക്തന്മാർക്ക് ബുദ്ധിഭേദത്തെ ന ജനയെ ജനിപ്പിക്കരുത്. വിദ്വാൻ അറിവുള്ളവൻ, യുക്തഃ യോഗം ചെയ്യുന്നവനായി, സർവകർമാണി സകല കർമ്മങ്ങളിലും, സമാചരൻ ചെയ്യുന്നവനായിട്ട്, ജോഷയെ പ്രേരിപ്പിക്കണം. ഹരേ കൃഷ്ണ. രാധേ രാധേ.